അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 15ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ആ പാഠത്തിൻ്റെ പേര് ഇസ്മുൽ ഇഷാറ എന്നാണ്. ഇസ്മു എന്ന് പറഞ്ഞാൽ പദം, നാമം. ഇഷാര എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന. അപ്പോൾ ഇസ്മുൽ ഇഷാര എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന നാമം, അഥവാ ഇംഗ്ലീഷിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്നാണ് പറയാം. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സ്ഥലത്തെയോ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ഇസ്മുൽ ഇഷാര എന്ന് പറയുന്നത്. വ്യക്തിയാവാം, വസ്തുവാവാം, സ്ഥലവുമാവാം. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇസ്മുൽ ഇഷാറ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ, ഇത്, അത്, ഇവർ, അവർ എന്നൊക്കെ. അതായത് ദിസ്, ദാറ്റ്, അതുപോലെ തന്നെ ദേ, ഹാദ, ഇതൊക്കെ നമ്മൾ പറയുന്ന ഇഷാറയുടെ വാക്കുകളാണ്. അപ്പോൾ അറബിയിൽ ഹാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്. പുല്ലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാദ, ഇത്. ഹാദ കിതാബുൻ, ഇത് കിതാബുമാണ്, ഏകവചനമാണ്. പിന്നെ ഹാദി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അർത്ഥം, പക്ഷെ അത് സ്ത്രീലിംഗമാണ് ഏകവചനത്തിൽ. പിന്നെ അതുപോലെ തന്നെ ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. അത് എന്നുള്ളത് പുല്ലിംഗത്തിലാണ്, ഏകവചനത്തിലാണ്, ദൂരെയുള്ളതിനെയാണ് കാണിക്കാൻ. തിൽക്ക എന്ന് പറഞ്ഞാൽ അതും അത് തന്നെയാണ്, ദൂരെയുള്ളതിനെ കാണിക്കാൻ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ വരുന്നത് ഹാവുലായി ആണ്. ഹാവുലായി എന്ന് പറഞ്ഞാൽ ഇവർ അഥവാ ഇവ ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉലായിക്കയാണ്. ഉലായിക്ക എന്ന് പറഞ്ഞാൽ അവർ, അക്കൂട്ടർ, അവ, ദൂരെയുള്ള ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിതിൽ നിന്നും ലഭ്യമാണ്. നോക്കുക, ഹാദ കിതാബുൻ എന്താ അർത്ഥം? ഇതൊരു പുസ്തകമാണ്. ഹാദിഹി സയ്യാറത്തുൻ, സയ്യാറത്തുൻ എന്നാണ് പറഞ്ഞോടാ, ഇതൊരു കാറാണ്, കാറ്. പിന്നെ ദാലിക മസ്ജിദുൻ, അതൊരു പള്ളിയാണ്. തിൽക്ക ഷജറത്തുൻ, അതൊരു മരമാണ്. ഹാവുലായി ത്വാലിബുൻ, ഹാവുലായി എന്ന് പറഞ്ഞാൽ ഇവർ എന്നാണല്ലോ, ഇവർ വിദ്യാർത്ഥികളാണ്. ഉലായിക്ക മുഅല്ലിമൂൻ, അവർ അധ്യാപകരാണ്. അപ്പോൾ ഹാദ എന്നുള്ളത് പുരുഷലിംഗം ഏകവചനം, ഹാദി എന്നുള്ളത് സ്ത്രീലിംഗം ഏകവചനം. ദാലിക്കയും തിൽക്കയും ദൂരെയുള്ളവയെ സൂചിപ്പിക്കുന്നു. ഹാവുലായി സമീപമുള്ള ബഹുവചനം, ഉലായിക്ക ദൂരെയുള്ള ബഹുവചനം. അപ്പോൾ ഇതിൽ ചെറിയൊരു പരിശീലനം നമുക്ക് തരാം. ഡാഷ് കലമുൻ, ഇതൊരു പേനയാണ്. നമ്മളെങ്ങനെയാ പറയുക? അത് നമ്മൾ പറഞ്ഞു തരണേ. ഡാഷ് ഷജറത്തുൻ, അതൊരു മരമാണ്. ഡാഷ് ത്വാലിബത്തുൻ, ഇതൊരു വിദ്യാർത്ഥിനിയാണ്. ഡാഷ് മുഹന്തസത്തുൻ, അവർ ഒരു എഞ്ചിനീയർമാരാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഹാദ, ഹാദി എന്നൊക്കെയാണ് അതിൻ്റെ പ്രയോഗം. ദാലിക്ക, തിൽക്ക. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ഏരിയ ആണെന്ന് അർത്ഥം. കാരണം നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ദാലിക്കൽ കിതാബ്, അത് ആ ഗ്രന്ഥം അല്ലേ, നമ്മളത് പഠിച്ചതാണ്. തിൽക്ക എന്ന് പറഞ്ഞാലും അത് സ്ത്രീലിംഗമാണ് ഏകവചനത്തിൽ. അതിൻ്റെ അർത്ഥവും എന്താണ്? അത് തന്നെയാണ്. പിന്നെ ഹാവുലായിൻ്റെ പറഞ്ഞല്ലോ, ഉലായിക്ക് അങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ ഹാദ, ഹാദി, തിൽക്ക, ഹാവുലായി, ഉലായിക്ക ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വളരെ സിമ്പിളാണ്. ഇൻഷാ അല്ലാഹ് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.